ശരിക്കും പറഞ്ഞാൽ ഓണത്തിൻ്റെ ആ ഒരു ഇത് കിട്ടിയത് നെയ്ച്ചുവിൻ്റെ കൂടെ സെലിബ്രേഷൻ അംഗനവാടിയിൽ പോയപ്പോഴാട്ടെ ഞങ്ങൾ മൂന്നാൾ നല്ല സുന്ദരിമണികളൊക്കെ ആയിട്ട് ഓട്ടോയൊക്കെ വിളിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞങ്ങൾ സുന്ദരിമണികളായി വീടിട്ടിട്ട് ആരും അധികം കണ്ടില്ല. അത് കാണണട്ടോ, ഞങ്ങൾ ഒന്നല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് ഒരുങ്ങി പോയതല്ല, അത് നോക്കിയോളാം. പിന്നെ സാധാ കലാപരിപാടികൾ തന്നെ ഓണത്തിന് അവിടെ ഒരു ടീം പൂക്കളിടണോ, പിന്നെ ഇവിടെ ചോറും പപ്പടമൊക്കെ അംഗനവാടിയിൽ വെച്ചിട്ടാണ്. പിന്നെ ഇത് ഒരു ടീച്ചറാണ്, അവരുടെ കൂടെ കളിക്കലും ബഹളമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഓരോരുത്തരും ഓരോ ഫുഡ് കൊടുത്തിട്ട് അവിയൽ സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നുള്ള അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ഇങ്ങനെ ഇന്നത്തെ ദിവസം കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും തയ്യോ ചെടിയൊക്കെ കൈമാറുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് ഇതുവരെ ആരും അങ്ങനെ ചെയ്ത് കണ്ടില്ലേ, പക്ഷെ ഇന്ന് അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ഇതായിട്ട് അംഗനവാടി ടീച്ചർമാരും പിള്ളേരൊക്കെ. പിന്നെ ഇത് മിഠായി വർക്കലുണ്ടായിരുന്നു. നമ്മുടെ പാപ്പിക്കുട്ടനൊക്കെ നല്ല സൂപ്പറായിട്ട് കൂടിയിട്ട് എനിക്കതൊക്കെ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചില്ല അവനിങ്ങനെ ഒന്ന് കൂടുന്നു. അതെൻ്റെ പിന്നെ സുന്ദരിക്ക് പൊട്ടുതൊടലൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി ഇതൊക്കെ മിസ്സായിട്ട്. കാരണം കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിൽ ഓണ സെലിബ്രേഷനൊക്കെ കൂടിയിരിക്കണം, പിന്നെ അങ്ങനെ ഒന്നും പോകാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു. ഇതൊക്കെ ടീച്ചറൊക്കെ നന്നായി എല്ലാവരും കൂടി. പിന്നെ ഇവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. അങ്ങനെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ പാടിയ ടീച്ചറൊക്കെ പാടുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷം. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ മക്കൾ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പാപ്പിക്കുട്ടൻ ഞാൻ വാരി കൊടുത്തു. പിന്നെ മെമ്പർമാരൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണത്തിന് തുടക്കം നല്ല ഗംഭീരമായിട്ട് കേട്ടോ. അപ്പോൾ ബൈ.